ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്പെക്ടറിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഡിലേ ആക്കണ്ട. പിന്നെ സൈറ്റ് ഹാങ്ങും ഇഷ്യൂസ് ഒക്കെ ആവുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇൻസ്പെക്ടർ റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് വൺ ബൈ വൺ ആയിട്ട് ആഡ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ കുറേ പേര് ഇനിയും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ പലരും ചോദിക്കുന്നതായിരിക്കും എത്രയാണ് ഇൻ ഹാൻഡ് സാലറി എന്നുള്ള രീതിയിൽ. അല്ല, നിങ്ങൾക്ക് പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിൽ നമ്മൾ നോട്ടിഫിക്കേഷനിൽ സ്കെയിൽ ഓഫ് പേ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതിൽ 55 200 ആണെങ്കിൽ അത്രേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കൂടെ കൂടുതൽ ഉണ്ടോ, ഒക്കെ അങ്ങനെ പല ഡൗട്ട്സ് വരുന്നുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ഡീറ്റെയിൽഡ് അനാലിസിലേക്കാണ്. ഒരു സാലറി സ്ലിപ്പ് വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളിപ്പം സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ സാലറി സ്ലിപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നവംബർ 2024 ജസ്റ്റ് ഒരു സാലറി സ്ലിപ്പ്. അപ്പൊ അതില് തിരുവനന്തപുരത്ത് പോസ്റ്റിംഗ് കിട്ടിയ ഒരാളാണ്, അതിന് ഇമ്പോർട്ടൻസ് പറയാം. അപ്പൊ അതില് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് രണ്ട് ഓഫീസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അല്ലെ, നമ്മൾ ജോബ് പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ അത് കാണാം. ഓക്കെ, അപ്പൊ അതിൽ ബേസിക് പേ പറയുന്നത് നമ്മൾ 55 200 നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ 55 200 തൊട്ട് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 55 200 തൊട്ട് 1,15,300 വരെ എന്നായിരിക്കും നമ്മുടെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. സോറി, 1,15,300 വരെയാണ് അത് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതില് നമ്മൾക്ക് എന്ത് ഇവിടെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 55 200 അപ്പൊ ഇതിൽ ഈ 49 അതൊന്നും വെച്ച് നിങ്ങൾ ഇതാക്കണ്ട, അതിലേക്കൊക്കെ നമുക്ക് വരാം. 55 200 ബേസിക് പേ. അപ്പം ഇനി അടുത്ത എന്താ, ഡി ആണ്, അതായത് ഡിയർനെസ് അലവൻസ് ആണ്. അപ്പൊ ഈ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതവേ ഈ ഡി എ എന്ന് പറയുന്നത് 12 to 15% ആണ് പറയാം. ഓക്കെ, 12 to 15%. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് കേസിൽ 12 to 15% ആണ് പറയുക. അപ്പൊ ഇപ്പോഴെന്താ, അത് 12% ആണ് ഉണ്ടാവുക. ഓക്കെ, 12%, അതായത് 55 200 12%, അതാണ് 6,624 രൂപ വരുന്നത്. ഡി എ എന്ന് പറയുന്നത് 6,624 രൂപ. പിന്നെ എന്താ ഉള്ളത്, ഹൗസ് റെന്റ് അലവൻസ്. അപ്പൊ ഈ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത് 4 to 10%, അല്ലെങ്കിൽ 6 to 10% രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് പേയുടെ 4 to 10% ആണ്. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ നമ്മൾ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് എന്താ ബേസിക് 10% ആണ് HRA ആയിട്ട് വരുന്നുണ്ടാവുക. നേരെ മറിച്ച് ഇപ്പം കോട്ടയൊക്കെ ആണെങ്കിൽ അവിടെ 6 ഒക്കെ ആയിരിക്കും. ഓക്കെ, അതേപോലെ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ ആകുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അത് കൃത്യമായിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് HRA എന്ന് പറഞ്ഞ് 4 to 10% അല്ലെങ്കിൽ 6 to 10% ആയിട്ട് വേരി ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ യുവർ പോസ്റ്റിംഗ്. അപ്പൊ ഇവിടെ തിരുവനന്തപുരത്താണ്ട് 10% ആണ്, അതുകൊണ്ട് 55,200 10% എന്ന് പറഞ്ഞാൽ 5,520 രൂപ. അപ്പൊ ഇത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വരുന്ന 67,344 രൂപയാണ് ടോട്ടൽ വരുന്നുണ്ടാവുക. ഓക്കെ, 67,344. പക്ഷെ ഇത്രയും എമൗണ്ട് നിങ്ങൾ കൈ കിട്ടുമോ? ഇല്ല, ഇത്രയും എമൗണ്ട് കൈ കിട്ടില്ല. അപ്പൊ 67,344. അപ്പൊ അതിലെന്താ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പൊ ഡിഡക്ഷൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭാവിയിലേക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറെ ഇതൊന്നല്ല. അതിലിപ്പം ടാക്സ് ഒക്കെ പോകുന്നുണ്ടാവും എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ അതിലേക്ക് വരുമ്പം നമുക്ക് ഏറ്റവും ആദ്യം തന്നെ PF, പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ. PF എന്ന് പറഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ട് 5,000 രൂപയാണ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് 5,000 രൂപയാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ PF മാറ്റി. അത് നിങ്ങൾക്ക് എന്താ മിനിമം ഇത്ര ഉണ്ട് എന്നുണ്ട്, ഇത്ര സ്ലാബ് എന്നുണ്ട്. അതിൽ കൂടുതലും ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ജനറൽ ആയിട്ട് ഇത്ര പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഇത്ര പെർസെന്റേജ് കൊടുക്കണം എന്നുണ്ട്. അതിൽ കൂടുതലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയണ്ടേ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. EPFOയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ FD കിട്ടിയിട്ട് കിട്ടുന്നതിനെക്കാട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു എമൗണ്ട് മിനിമം ഉണ്ട്, അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് എന്താ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഡിപ്പെൻസ് ഓൺ യുവർ
പിന്നെ എന്താ നിങ്ങൾക്ക് ഒരു ഒരു 10 വർഷം 15 വർഷം കായിക സർവീസിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ അഗേൻസ്റ്റ് നിങ്ങൾക്ക് ലോൺ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലോൺ എടുക്കാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുമല്ല നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്താ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാനും പറ്റുന്നുണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഒരു 5000 എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നൊരു ഡിഡക്ഷനിൽ നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, അതേപോലെ ജീവൻ രക്ഷാ സ്കീം, മെഡിസെപ്പ്, അതൊക്കെ എന്താ ഫിക്സഡ് ആയിട്ട് 1000, അതേപോലെ 1500 എന്നുള്ള രീതിയിൽ ഫിക്സഡ് ആയിട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. ഒരേപോലെ ആയിരിക്കും പിടിക്കുന്നുണ്ടാവാം. ഓക്കെ, അതൊക്കെ എന്താ ഇൻഷുറൻസ് സ്കീം, അതായത് ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് സ്കീം, അതേപോലെ മെഡിസെപ്പ്. ഓക്കെ, അതെ. പിന്നെ ഒരു ടാക്സ് പിടിക്കുന്നുണ്ട്, 1500 രൂപ ടാക്സ് പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എൻ പി എസ് എന്ന് പറയുന്നത് 6182 രൂപ. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ബേസിക് ഉണ്ടല്ലോ, 55,200, അതേപോലെ 6624. ഓക്കെ, ആ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 61,800 സംതിങ് വരുന്നുണ്ടാവും. ഓക്കെ, 820 അങ്ങനെ സംതിങ് വരുന്നുണ്ടാവും. അപ്പൊ അതാണ് എന്ത് ചെയ്തേക്കുന്നത്, അതിന്റെ 10%. ഓക്കെ, അതിന്റെ 10% ആണ് എന്ത് ചെയ്യുന്നത്, ഈ NPS കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പം 2013 ശേഷം ജോയിൻ ചെയ്ത് അപ്പോയിന്റ് ചെയ്ത എല്ലാവർക്കും എന്താ NPS സ്കീമാണ്, അല്ലാതെ സാധാരണ പെൻഷൻ സ്കീം അല്ല, NPS സ്കീമാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ 3% തന്നെ എടുക്കുന്നുണ്ടാവും. അത് രണ്ടും കൂടിയിട്ട് നിങ്ങൾക്ക് NSDLന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. NSDLന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്ര പെർസെന്റ് ഇപ്പം ബേസിക് പ്ലസ് DAയുടെ 10% ആണ് ഇടുന്നുണ്ടാവുക. ബേസിക് നിങ്ങൾക്ക് ഇനി മാറും, ഓരോ വർഷം കഴിയുമ്പോൾ മാറും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ NPSഉം അതിന്റെ കോൺട്രിബ്യൂഷനും കറസ്പോണ്ടിങ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഇടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതിനനുസരിച്ച് കോൺട്രിബ്യൂഷൻ ഇടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ വിരമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പെൻഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് NPS സ്കീം. അത് നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് NPSന് ഇവിടെ 6182 രൂപ കൊടുത്തേക്കുന്നത്. പിന്നെന്താ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 2500 രൂപയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 2500 എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ്. കാരണം എന്താ വെച്ചാല് അത് നിങ്ങൾ എത്ര കവറേജ് കിട്ടുക എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 2500 എന്നുള്ള ഇതിൽ പറയുന്നുണ്ടാവുക. അതായത് ഏജ്, എംപ്ലോയിയുടെ ഏജ്, കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ അതിലുള്ള പല ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് ഇതിന്റെ ഈ ഒരു പ്രീമിയം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഡിഡക്ഷൻ കഴിഞ്ഞാൽ തന്നെ എത്ര, 17,682. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഇത് DA എന്ന് പറഞ്ഞ മാക്സിമം ആണ്. തിരുവനന്തപുരത്ത് ആയതുകൊണ്ടാണ് മാക്സിമം 6,624. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നുണ്ടാവുക 67,344. അപ്പൊ അതിൽ നിന്ന് 17,682 രൂപ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നുണ്ടാവുക 49,662 രൂപയാണ് കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇൻ ഹാൻഡ് സാലറി 49,662. പിന്നെ ഈ പറഞ്ഞ 5000 എന്ന് പറയുന്നതും പിന്നെ ഈ NPSന്റെ ഒക്കെ എമൗണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഇൻ ഹാൻഡ് നമുക്ക് 49, കൃത്യമായിട്ട് പറഞ്ഞാൽ 50,000 രൂപ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അതൊക്കെ പ്രീമിയം, ഞാൻ പറഞ്ഞ പല ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് അത് എടുക്കുന്നുണ്ടാവുക. അപ്പോ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 17,682. നമുക്ക് ടോട്ടൽ കിട്ടുന്ന 67,344 ഗ്രോസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അതിന് ഡിഡക്ഷൻസ് കുറച്ചിട്ട് നെറ്റ് എന്ന് പറയുന്നത് ഈ 69,662, നിയർ 50,000 ആയിരിക്കും ഇൻ ഹാൻഡ് സാലറി. അതായത് ജോയിൻ ചെയ്യുന്ന ഒരു ഫ്രഷറിന് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.